കാലത്തേക്കുള്ള ടീം ലെഗസിയുടെ ഒരു മീറ്റിംഗാണ് ഇവിടെ നടക്കുന്നത്. നമുക്ക് എല്ലാവരും അറിയുന്നത് പോലെ തന്നെ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഫൊക്കാന വളരെ നന്നായി നമ്മുടെ കമ്മ്യൂണിറ്റിയിലും നാഷണൽ ലെവലായാലും ഇൻ്റർനാഷണൽ ലെവലായാലും പ്രവർത്തിക്കുന്ന ഒരു മഹത്തായ സംഘടനയാണ്. ആ സംഘടനയിലേക്കുള്ള മത്സരത്തിനുള്ള സ്ഥാനാർത്ഥികൾ ടീം ലെഗസി എന്ന ആ ഒരു ബാനറിലാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. നിങ്ങളുടെ സഹകരണവും ഞങ്ങളോടുള്ള സപ്പോർട്ടും വോട്ടും ഒക്കെ ചോദിക്കാൻ വേണ്ടിയാണ് ഇവിടെ എല്ലാവരും എത്തിയിരിക്കുന്നത്. ഇന്നത്തെ ആദ്യമായിട്ട് തന്നെ ഈ മീറ്റിങ്ങിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ വളരെ ഹാർദവപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഫൊക്കാനയുടെ ജനറൽ സെക്രട്ടറിയായി ഇപ്പോൾ ഉള്ളത് ഡോക്ടർ കലാഷാഹിയാണ്. കലാഷാഹിയാണ് ഈ ടീം ലെഗസിയുടെ പ്രസിഡന്റ് കാൻഡിഡേറ്റ് ആയിട്ട് മത്സരിക്കുന്നത്. ഞാൻ ആദ്യമായി ഡോക്ടർ കലാഷാഹിയെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി കാൻഡിഡേറ്റ് ആയിട്ടുള്ളത് ജോർജ് പണിക്കരാണ്. അദ്ദേഹം ഷിക്കാഗോ എയർപോർട്ടിൽ എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫ്ലൈറ്റ് ക്യാൻസലായി, അതുകൊണ്ട് ഇന്നത്തെ മീറ്റിങ്ങിൽ വരാൻ പറ്റിയില്ല. അടുത്തതായിട്ട് ട്രഷറർ കാൻഡിഡേറ്റ് ആണ് ഫിലഡൽഫിയയിൽ നിന്നുള്ള രാജൻ സാമുവൽ. അദ്ദേഹത്തെ ഈ സ്റ്റേജിലേക്ക് ക്ഷണിക്കും. എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റായിട്ട് ഞാനാണ് മത്സരിക്കുന്നത്. അതുപോലെ തന്നെ അസോസിയേറ്റ് സെക്രട്ടറി ആയിട്ട് മത്സരിക്കുന്നത് ബിജു ജോസ് തുമ്പിലാണ്. അദ്ദേഹം ബോസ്റ്റണിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. ജോസിനെ അസോസിയേറ്റ് ട്രഷററായിട്ട് മത്സരിക്കുന്നത് സന്തോഷ് അയ്യപ്പ്. അദ്ദേഹം ഇവിടെ എത്തിയിട്ടില്ല, അദ്ദേഹം ഹ്യൂസ്റ്റൺ ആണ്. അഡീഷണൽ അസോസിയേറ്റ് സെക്രട്ടറി ആയിട്ട് മത്സരിക്കുന്നത് അജു ഉമ്മനാണ്. അജു ഉമ്മൻ ന്യൂയോർക്കിൽ നിന്നാണ്. അജുവിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നത്. അഡീഷണൽ അസോസിയേറ്റ് ട്രഷററായിട്ട് മത്സരിക്കുന്നത് ദേവസി പാലാട്ടിയാണ്. ദേവസി പാലാട്ടിയെ പ്രത്യേകിച്ച് ആർക്കും പരിചയപ്പെടുത്തിക്കൊടുക്കേണ്ട കാര്യമില്ല, അദ്ദേഹം ന്യൂജേഴ്സിയിൽ നിന്നാണ്. അദ്ദേഹത്തെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നത്. വുമൻസ് ഫോറം ചെയറായിട്ട് മത്സരിക്കുന്നത് നിഷ എറിക് ആണ്. നിഷ എറിക് ഈസ് ഫ്രം ഷിക്കാഗോ. നിഷ എറിക്കിനെ ബോർഡ് ഓഫ് ട്രസ്റ്റിയിലേക്ക് മത്സരിക്കുന്നത് ഡോക്ടർ ജേക്കബ് ഈപ്പൻ. അദ്ദേഹം കാലിഫോർണിയയിലാണ്, എത്തിയിട്ടില്ല. അലക്സ് എബ്രഹാം, അദ്ദേഹം ന്യൂയോർക്കിൽ നിന്നാണ്. അലക്സിനെ യൂത്ത് കമ്മിറ്റി മെമ്പറായിട്ട് ന്യൂയോർക്കിൽ നിന്ന് മത്സരിക്കുന്നത് സ്നേഹ തോമസ് ആണ്. സ്നേഹയെ സ്റ്റേജിലേക്ക് ക്ഷണിക്കും. RVP ആയിട്ട് മത്സരിക്കുന്നത് റെജി വർഗീസ് ആണ്. ന്യൂയോർക്കിൽ നിന്ന് മെട്രോ. റെജിയെ സ്റ്റേജിലേക്ക് ക്ഷണിക്കും. നാഷണൽ കമ്മിറ്റി മെമ്പേഴ്സായിട്ട് തോമസ് നൈനാൻ ഫ്രം ന്യൂയോർക്ക്. അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. ന്യൂയോർക്കിൽ നിന്നുള്ള തോമസ് നൈനാനാണ്. ഫിലഡൽഫിയയിൽ നിന്ന് മത്സരിക്കുന്ന റോണി വർഗീസ് ആണ് ഞങ്ങളുടെ അടുത്ത നാഷണൽ കമ്മിറ്റി മെമ്പർ. റോണിയെ സ്റ്റേജിലേക്ക് ക്ഷണിക്കും. ന്യൂയോർക്കിൽ നിന്ന് നമ്മുടെ പ്രിയങ്കരനായ ഫിലിപ്പ് പണിക്കറാണ്. അദ്ദേഹത്തെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നത്. സണ്ണി പണിക്കർ. വാഷിംഗ്ടൺ DC-യിൽ നിന്ന് നാഷണൽ കമ്മിറ്റിയിലേക്ക് മത്സരിക്കുന്നത് ജോയി കൂടാലിയാണ്. അദ്ദേഹത്തെ സ്റ്റേജിലേക്ക് ക്ഷണിക്കും. വാഷിംഗ്ടൺ DC-യിൽ നിന്ന് നമുക്ക് ഒരു നാഷണൽ കമ്മിറ്റി മെമ്പറുണ്ട്, ഡോക്ടർ നീന ഈപ്പൻ. നീന ഈപ്പനെ സ്റ്റേജിലേക്ക്. ന്യൂയോർക്കിൽ നിന്ന് റോബർട്ട് അരിച്ചിറ ന്യൂയോർക്കിൽ നിന്നുള്ള അടുത്ത നാഷണൽ കമ്മിറ്റി മെമ്പർ ഷെയ്മി ജേക്കബ്. അദ്ദേഹത്തെ ടീം ലെഗസിയുടെ കാൻഡിഡേറ്റ്സ് ആണ് ഇവിടെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഞാൻ ഞങ്ങളുടെ ടീമിൻ്റെ പ്രകടന പത്രിക, മാനിഫെസ്റ്റോ ഒക്കെ സംസാരിക്കുന്നതിന് നമ്മുടെ ഉദ്ദേശങ്ങൾ എന്താണ്, ടീം ലെഗസി അടുത്ത 2 വർഷം ഫൊക്കാനയ്ക്ക് വേണ്ടി ചെയ്യുന്നത് എന്ന് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി ഞങ്ങളുടെ പ്രസിഡന്റ് കാൻഡിഡേറ്റ് ഡോക്ടർ കലാഷാഹിയെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുക. എനിക്ക് പറയാനുള്ളത്
ഫൊക്കാനയെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു പക്ഷേ എന്നേക്കാൾ കൂടുതൽ ഫൊക്കാനയിൽ പ്രവൃത്തി പരിചയമുള്ള വ്യക്തികളായിരിക്കാം നിങ്ങളെല്ലാവരും. 1983 സ്ഥാപിതമായ നമ്മുടെ ഈ മഹത്തായ പ്രസ്ഥാനം, അതായത് അമേരിക്കയിലെയും കാനഡയിലെയും പ്രവാസി സംഘടനകളുടെ ദേശീയ സംഘടനയായ ഫെഡറേഷൻ ഓഫ് കേരള അസോസിയേഷൻസ് ഇൻ നോർത്ത് അമേരിക്ക എന്ന ഈ സംഘടനയുടെ 40ാമത്തെ വർഷം പിന്നിടുകയാണ്. ഈ 40 വർഷത്തിനുള്ളിൽ നിരവധി സാരഥികൾ, അതായത് ഡോക്ടർ എം അനിരുദ്ധൻ തുടങ്ങി ഡോക്ടർ ബാബു സ്റ്റീഫൻ വരെയുള്ള നിരവധി സാരഥികൾ വളരെയധികം കഠിനാധ്വാനവും പല പ്രോജക്റ്റുകളും ചെയ്ത് ഫൊക്കാനയുടെ പേര് ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഫൊക്കാനയുടെ പേര് ഇപ്പോൾ മാധ്യമങ്ങളിലെ നിറസാന്നിധ്യമാണ്. കാരണം ഈ ഭരണസമിതി മുമ്പത്തേതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ നിരവധി പ്രോജക്റ്റുകൾ അല്ലെങ്കിൽ നിരവധി കർമ്മ പദ്ധതികളാണ് രൂപപ്പെടുത്തുകയും അതിൽ മിക്കതും തന്നെ പ്രവൃത്തി പഥത്തിൽ എത്തിക്കുവാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ ഈ എളിയ സ്ഥാനാർത്ഥിത്വം നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കുന്നത് എൻ്റെ കൂടെ പ്രൗഢവും ഗംഭീരവുമായ ടീം ലെഗസി എന്ന പേരിലുള്ള ഒരു ടീമിനെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇവിടെ എല്ലാവരും ഇരിക്കുന്നുണ്ട്. ഈ ടീമിനെ, ഞങ്ങളുടെ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഇവരെല്ലാവരും തന്നെ അവരവരുടെ റീജിയനുകളിൽ വളരെയധികം പ്രഗത്ഭരായിട്ടുള്ള ലീഡേഴ്സാണ്. അപ്പോൾ ഞങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഈ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് പരിപോഷിപ്പിക്കുകയും അവരെ എല്ലാം ഫൊക്കാനയുടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് ഇവരുടെ എല്ലാം ഈ പ്രവർത്തന പാരമ്പര്യം ഉപയോഗിച്ച് നമ്മുടെ ഫൊക്കാനയെ എത്രമാത്രം ശക്തിപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പം അതിനായിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ആവശ്യമാണ്. ഞങ്ങളുടെ ഈ ടീമിൽ വന്നിരിക്കുന്നവരെല്ലാവരും തന്നെ വി ഹാവ് ഡോക്ടേഴ്സ്, നഴ്സസ്, സോഷ്യൽ വർക്കേഴ്സ്, CPA, അതുപോലെ തന്നെ IT പ്രൊഫഷണൽസ്, അങ്ങനെ എല്ലാവരും തന്നെ വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസാണ് ഞങ്ങളുടെ ടീമിലുള്ളത്. പിന്നെ ഇനി ഇവിടെ വന്നു ചേർന്നിട്ടുള്ള എൻ്റെ ടീം അംഗങ്ങൾക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഞാൻ ഒരിക്കൽ കൂടി ഇവിടെ വന്നു ചേർന്നിട്ടുള്ള എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇതിന് ശേഷം എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കുവാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം. ഞങ്ങൾ ആരെങ്കിലും അതിന് നിങ്ങൾക്കുള്ള മറുപടി തരുന്നതായിരിക്കും. ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് അസ്. താങ്ക് യു സോ മച്ച്. നമ്മുടെ സെക്രട്ടറിയാണ്, അദ്ദേഹം ഇല്ല. അദ്ദേഹത്തിൻ്റെ പ്രത്യേക ഒരു മെസ്സേജ് എല്ലാവരോടും പറയണം എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. പിന്നീട് നേരിട്ട് വന്ന് കാണാൻ ശ്രമിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അടുത്തായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് ട്രഷറർ കാൻഡിഡേറ്റ് രാജൻ സാമുവൽ. ചുരുക്കത്തിൽ അദ്ദേഹം 2 വാക്ക് പറയുന്നത്. ഞാൻ രാജൻ സാമുവൽ, ഫിലഡൽഫിയയിൽ നിന്ന് വരുന്നു. കഴിഞ്ഞ 25 വർഷക്കാലം ഫൊക്കാനായി പ്രവർത്തിച്ചു വരുന്നു. എന്നുവെച്ചാൽ ഞാൻ ഒരു പൊസിഷനും ഇതുവരെ എടുത്തിട്ടില്ല. UP പിടിക്കുന്നവൻ ഇന്ത്യ ഭരിക്കും എന്ന് പറയുന്ന പോലെ ന്യൂയോർക്കിലെ ജനങ്ങൾ ആർ വോട്ട് ചെയ്യുന്നു അവർ ഫൊക്കാനയുടെ അഡ്മിനിസ്ട്രേഷൻ. ഡോക്ടർ കലാഷാഹി, എനിക്ക് തോന്നുന്നു ആദ്യത്തെ ജനറൽ സെക്രട്ടറിയാണ് ഫൊക്കാന എന്ന പ്രസ്ഥാനത്തിന്റെ. 40 വർഷത്തിനിടയിൽ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്നു ഡോക്ടർ കലാഷാഹി. എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ. നിങ്ങളിപ്പം എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു 5 6 7 അസോസിയേഷനിലെ ഡെലിഗേറ്റ്സും ഞങ്ങളുടെ വെൽഫിഷേഴ്സും എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. 5 6 അസോസിയേഷനിൽ വരുമ്പോൾ ഓൾമോസ്റ്റ് 6000 കൂടുതൽ മെമ്പേഴ്സ് ഉള്ള സംഘടനകളുടെ റെപ്രസെൻറ്റേറ്റീവാണ് നിങ്ങൾ ഞങ്ങളെ വിലയിരുത്തുക. നിങ്ങൾ വിലയിരുത്തിയതിന് ശേഷം നിങ്ങൾക്ക് ഉചിതമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്കൊരു മാൻഡേറ്റ് തരിക. വന്നാൽ ഫൊക്കാന അടുത്ത 2024-26 നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി ഞങ്ങൾക്കത് വരാൻ സാധിക്കും എന്ന് ഞാൻ ഉറപ്പുണ്ട്. ഞങ്ങളിപ്പോൾ ഓൾറെഡി ഞങ്ങളുടെ ഈ ചൈത്രയാത്ര വാഷിങ്ടണിൽ തുടങ്ങി, കാനഡയിൽ പോയി, ഷിക്കാഗോയിൽ പോയി, ഇന്നിപ്പം ന്യൂയോർക്കിൽ വന്നിരിക്കുകയാണ്. എല്ലായിടത്തും നല്ല ഒരു സപ്പോർട്ടാണ് ഞാൻ കിട്ടുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും ഞങ്ങൾക്ക് സപ്പോർട്ട് വേണം, പ്രാർത്ഥന വേണം. നന്ദി, നമസ്കാരം. ഞാൻ അടുത്ത
അടുത്തതായിട്ട് വിളിക്കുന്നത് അസോസിയേറ്റ് സെക്രട്ടറി ബിജു ജോസ് തൂമ്പ്. ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന എൻ്റെ പ്രിയ ന്യൂയോർക്കിനെ ഒരു സ്നേഹവന്ദനം. നമസ്കാരം. ഞാനൊരു നല്ല പ്രാസംഗികനല്ല, പ്രസംഗം ഞാൻ പഠിച്ചിട്ടുമില്ല. ബോസ്റ്റണിൽ നിന്ന് വരുന്ന സാധാരണക്കാരനായ ഒരു കോട്ടയക്കാരൻ കലാശാഹിയുടെ ടീം ലെഗസിയുടെ പാനലിൽ അസോസിയേറ്റ് സെക്രട്ടറി ആയിട്ട് മത്സരിക്കുന്നു. മനുഷ്യൻ നല്ലവനാണ്, മിടുക്കനാണ്. പക്ഷെ കുറ്റം പറയാനുള്ള അവന്റെ ആ വാസന ഒഴിവാക്കി കഴിഞ്ഞാൽ ഏറ്റവും നന്നായിരുന്നു എന്ന്. ഞങ്ങളുടെ പാനലിനെ കുറിച്ച് എവിടെ നിന്നും എന്തെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി, അത് കേട്ടിട്ട് തിരിച്ചു പോരാതെ ഞങ്ങൾ എന്നത് ഞങ്ങളെ മനസ്സിലാക്കി ഞങ്ങളെ ഓരോരുത്തരെയും വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. കൂടത്തിൽ ഞാൻ എന്ന ബിജു ജോസിനെയും. താങ്ക് യു വെരി മച്ച് ടീം ലെഗസി. അടുത്തതായിട്ട് അഡീഷണൽ അസോസിയേറ്റ് സെക്രട്ടറി ആയിട്ട് മത്സരിക്കുന്നത് അജു ഉമ്മൻ. കഴിഞ്ഞ 2 വർഷമായിട്ട് ഡോക്ടർ ബാബു സ്റ്റീഫന്റെയും ഡോക്ടർ കലാശാഖയുടെ നേതൃത്വത്തിൽ നമ്മുടെ ഫൊക്കാന ഒരു വൈബ്രന്റ് മാർക്കായി മാറിയിരിക്കുകയാണ്. ടീം ലെഗസി അണ്ടർ 1 ഫൊക്കാന എന്ന ലീഡർഷിപ്പിൽ കൊണ്ടുപോയി ഞങ്ങളെ വിജയിപ്പിച്ച് ഞങ്ങളെ അടുത്ത ഭരണത്തിലേക്ക് കൊണ്ടുവരണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. അഡീഷണൽ അസോസിയേറ്റ് ട്രഷറർ ദേവസി. കഴിഞ്ഞ 2 വർഷത്തെ ഫൊക്കാനയുടെ നല്ല നല്ല പ്രവർത്തനങ്ങൾ കൊണ്ട് ഫൊക്കാനയുടെ പേര് ലോകത്തിൻ്റെ നെറുകയിലെത്തിക്കാൻ സാധിച്ചു. അതിന് നമ്മുടെ ഡോക്ടർ ബാബു സ്റ്റീഫൻ പ്രസിഡൻ്റായിട്ടും ഡോക്ടർ കലാശായി സെക്രട്ടറി ആയിട്ടും നിന്ന ടീമിൻ്റെ ശക്തമായ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമാണ് നമുക്കത് സാധിച്ചത്. അപ്പോൾ അത് കണ്ട് ആകർഷണമായിട്ടാണ് ഞാൻ ഇതിൽ ചേർന്നത് തന്നെ. ഇനിയിപ്പോൾ അതിൻ്റെ കാലാവധി തീരുകയാണ്. അപ്പോൾ നമുക്ക് ശക്തമായ ഒരു ടീമിനെ വാർത്തെടുക്കേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ടീം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീമാണ്. ശക്തയായ നമ്മുടെ പ്രസിഡന്റ് നമ്മുടെ കൂടെ ഉണ്ട്, സെക്രട്ടറി ഉണ്ട്, ട്രഷറർ ഉണ്ട്, അസോസിയേറ്റ് വൈസ് പ്രസിഡന്റ് ഉണ്ട്. എല്ലാം നല്ല സ്ട്രോങ് ശക്തമായ ആളുകളാണ്. അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ, രാജൻ പറഞ്ഞതുപോലെ, ന്യൂയോർക്കിൽ നിന്നുള്ള എന്നെ പേര് ദേവസി ബാലായിട്ട് ഞാൻ പറയാൻ മറന്നുപോയി. എന്നെ മിക്കവാറും എല്ലാവരും അറിയും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ന്യൂയോർക്കിലുള്ളവരെല്ലാവരും അറിയും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഈ ശക്തമായ ഈ ടീമിനെ നിങ്ങളുടെ എല്ലാവിധ സഹായങ്ങളും നൽകി വിലയേറിയ വോട്ടുകൾ നൽകി വിജയിപ്പിച്ചാൽ ഞങ്ങളെ കൊണ്ട് കഴിയാവുന്നതിൻ്റെ പരമാവധി എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് നടത്തുന്നതാണെന്ന് ഉറപ്പ് തന്നുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. നമസ്കാരം. അടുത്തതായിട്ട് വുമൻസ് ഫോറം ചെയർ നിഷ. ഞാൻ ഷിക്കാഗോയിൽ നിന്നാണ്. There are cracks in Focana. We want to fill those gaps. So we want your help to fill those gaps. And as a stream, we'll move around making beautiful flowers, making the foundation strong, and we will empower and lead the community to do better. And I hope that you will all give your valuable votes, your blessings, and your prayers for all of us. So thank you again, and hope to see you soon in Washington, D.C. അടുത്തതായിട്ട് ബോർഡ് ഓഫ് ട്രസ്റ്റി മെമ്പറായിട്ട് മത്സരിക്കുന്നത് ന്യൂയോർക്കിൽ നിന്നും അലക്സ് എബ്രഹാം. എൻ്റെ പേര് അലക്സ് എബ്രഹാം. നമുക്ക് അറിയാവുന്ന ഫൊക്കാന ഇന്ന് കേരളത്തിലെത്തിയാൽ എയർപോർട്ടിൽ ചെന്ന് പറഞ്ഞാൽ പോലും ഫൊക്കാന എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടേതായ ഒരു ഡിഗ്നിറ്റി ഉണ്ട്. കാരണം ഫൊക്കാന ദേശീയ തലത്തിൽ തന്നെ വളരെ ഉന്നതിയിൽ അത് നടത്തുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് മാധ്യമങ്ങളിലൂടെ നമ്മൾ ദിവസവും കേട്ടുകൊണ്ടിരിക്കുക. നമ്മുടെ സംഘടന വീണ്ടും വളർന്ന് പന്തലിക്കണം, അത് അത്യുന്നതിന് എത്തണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. അതിൻ്റെ ഒരു പോസ്റ്റിലേക്കാണ് ഞാൻ മത്സരിക്കുന്നത്. നിങ്ങളുടെ ഏവരുടെയും സപ്പോർട്ടും സഹായവും എനിക്കൊരു വോട്ട് നൽകണം, നിങ്ങളുടെ സപ്പോർട്ട് വേണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സിൻ്റെ ചെറിയ മെസ്സേജുകൾ കഴിഞ്ഞു. ഇനിയുള്ളത് നാഷണൽ കമ്മിറ്റി മെമ്പേഴ്സാണ്. നമുക്ക് യൂത്ത് കമ്മിറ്റി മെമ്പർ സ്നേഹ തോമസ്. Good evening. My name is Sneha Thomas. I'm running for Youth Committee member. I hope to see you all there in Washington to come support us. Thank you, Sneha. That was quick and short and sweet, right? Okay. അടുത്ത തോമസ് നയന. Hello, ladies and gentlemen. My name is Thomas Nayan. I'm from Hudson Valley Millennium Association. I'm running on the Legacy team as a national committee member. Short and simple. Please come and vote for all of us as one. Thank you very much. Thank you, Thomas. And Ronnie Varghese from Philadelphia. എൻ്റെ പേര് റോണി വർഗീസ്. ഞാൻ ഡോക്ടർ കല നയിക്കുന്ന ടീം ലെഗസിയുടെ ഭാഗമായിട്ട് നാഷണൽ കമ്മിറ്റിയിലേക്ക് മത്സരിക്കുന്നു. കല പറഞ്ഞതുപോലെ വ്യത്യസ്ത മേഖലകളിൽ
പ്രതിഭാശാലികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഈ കമ്മിറ്റി ഫൊക്കാന എന്ന പ്രസ്ഥാനത്തിന് പുതിയ മുഖം നൽകും. അതിന് നിങ്ങളുടെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. നമ്മുടെ എല്ലാം പ്രിയങ്കരനായ കേരള സമാജത്തിൻ്റെ ഇപ്പോഴത്തെ ബോർഡ് ഓഫ് ട്രസ്റ്റി ചെയർമാനായ സണ്ണി പണിക്കർ. ചിക്കാഗോയിൽ നിന്നും വാഷിംഗ്ടൺ DC-യിൽ നിന്നും ഡിട്രോയിറ്റിൽ നിന്നും ബോസ്റ്റണിൽ നിന്നും അപ്സ്റ്റേറ്റിൽ നിന്നും വന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി. പ്ലീസ് റിമെമ്പർ 2019 remark in your calendar. Please vote for us. Fokana Team Legacy. ജോയ് കുഡാലി ഫ്രം വാഷിംഗ്ടൺ DC. ഞാൻ ജോയ് കൂടാലി ബാൾട്ടിമോറിൽ നിന്ന് വരുന്നു. ബാൾട്ടിമോർ കേരള അസോസിയേഷൻ പ്രതിനിധാനം ചെയ്തു വരുന്നു. വാഷിംഗ്ടൺ DC-യിൽ നാഷണൽ കമ്മിറ്റി മെമ്പർ മത്സരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം പറയാമെന്ന് വെച്ചാൽ ഇപ്പം കല പറഞ്ഞ് എന്നോട് ഇതിൽ ചേരാൻ പറഞ്ഞപ്പോൾ കല പറഞ്ഞ ലെഗസി ടീം എന്ന് പറഞ്ഞാൽ എല്ലാവരും എല്ലാ മേഖലയിലും പ്രൊഫഷണലിലും കഴിവ് തെളിച്ച ആൾക്കാരെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഐ വാസ് ആൻ അഡ്വക്കേറ്റ് ആൻഡ് ഹൈക്കോർട്ട് പ്രൊഫഷണലി. അപ്പോൾ അങ്ങനെ എനിക്ക് കല ഒരു ചാൻസ് തന്നു നാഷണൽ കമ്മിറ്റി മെമ്പറായിട്ട് മത്സരിക്കാൻ. അപ്പോൾ എൻ്റെ പേര് ഒന്നുകൂടി മറക്കണ്ട, എനിക്കൊരു വോട്ട് ചെയ്യുക, ജോയ് കൂടാലി. ഓക്കെ, അടുത്തതായിട്ട് ഡോക്ടർ നീന ഈപ്പൻ ഫ്രം വാഷിംഗ്ടൺ DC. എനിക്ക് ഇവിടെയുള്ള നിങ്ങളെ എല്ലാവരെയും കാണുമ്പോഴാണ് എന്താണ് നമുക്ക് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ചെയ്യാൻ ഒക്കുന്നത്, ഏതെല്ലാം രീതിയിലാണ് ഇവിടെ വന്നിരിക്കുന്നതായ ഓരോരുത്തരെയും ഫോക്കാന എന്ന് പറയുന്നതായ ഒരു മാധ്യമത്തിൽ കൂടെ നമുക്ക് എന്താണ് ചെയ്യാൻ ഒക്കുന്നതെന്നൊക്കെ നിങ്ങളെയൊക്കെ കാണുമ്പോഴാണ് ആ പല കാര്യങ്ങൾ മനസ്സിലേക്ക് വരുന്നത്. വളരെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളതായ ഡോക്ടർ കലാഷാഹി ഇപ്പോഴൊന്നും അറിയാവുന്നതല്ല, വർഷങ്ങൾക്ക് മുൻപ് അറിയാവുന്നതായ ഡോക്ടർ കലാഷാഹി ഇത്രയും ലീഡർഷിപ്പും കാം ആൻഡ് വെരി വെൽ ഓർഗനൈസ്ഡ് ലീഡർ, അങ്ങനെയുള്ളതായ ഒരു ലീഡറിൻ്റെ കൂടെ ഒരു നാഷണൽ കമ്മിറ്റി മെമ്പറായിട്ട് നിൽക്കുവാനുള്ളതായ ഒരു പ്രിവിലേജ് അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് തന്നതിന് ഞാൻ ഈ ടീം ലെഗസിയോട് വളരെയധികം നന്ദിയുള്ളവളാണ്. ഏത് രീതിയിലും ഈ ടീമിൻ്റെ കൂടെ എന്ത് ചെയ്യുവാനും ഞാൻ എപ്പോഴും ഉണ്ടായിരിക്കും. നിങ്ങളെല്ലാവരും കൺവെൻഷന് വരണം, നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ ഞങ്ങൾക്ക് തരണം. ഞാൻ വെറും ഒരു നാഷണൽ കമ്മിറ്റി മെമ്പറായിട്ടാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് US-ൽ നിന്ന് 15 നാഷണൽ കമ്മിറ്റി മെമ്പേഴ്സിനെയാണ് നിങ്ങൾക്ക് എടുക്കാൻ ഒക്കുന്നത്, 2 ഫ്രം കാനഡ. സോ ഓൾ ടുഗദർ ദർ ആർ 17 വോട്ട്സ്. അപ്പം ഞങ്ങളുടെ ടീമിലുള്ളതായ എല്ലാവർക്കും നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകി ഞങ്ങളെ ജയിപ്പിക്കണം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഇൻ്റർനാഷണലായിട്ടും നമ്മുടെ നാട്ടിലുള്ളവർക്കായി നന്മ ചെയ്യുവാൻ മാത്രമായിട്ട് ഏൽപ്പിച്ചിരിക്കുന്നതായ ഒരു ഉത്തരവാദിത്വം ഞങ്ങൾ നിറവേറും. അതിൻ്റെ വളരെയധികം ഉത്തരവാദിത്വത്തോടു കൂടി ഡോക്ടർ കലാഷാഹി അത് ചെയ്യും എന്നുള്ളതായ ഒരു പ്രോമിസും കൂടി ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. അടുത്തതായിട്ട് ഷേമി ജേക്കബ്. എനിക്കൊരു നാഷണൽ കമ്മിറ്റി ആയിട്ട് നിൽക്കാൻ അവസരം തന്നതിന് I want to wish the team all the best and I want to ask your vote, your support. നിങ്ങളൊരു ഡെലിഗേറ്റ് അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഡെലിഗേറ്റ്സോ ഫ്രണ്ട്സോ ഫാമിലീസ് ഉണ്ടെങ്കിൽ അവരോട് പറയാം. പിന്നെ എല്ലാ രീതിയിലും പ്രാർത്ഥന വേണം, എല്ലാ രീതിയിലും സപ്പോർട്ട് വേണം. താങ്ക് യു. ഞാൻ ഷൈമി ജേക്കബ്, നാഷണൽ കമ്മിറ്റി. താങ്ക് യു. അടുത്തിട്ട് റോബർട്ട് അരീച്ചർ. നിങ്ങൾ തീർച്ചയായും വിജയിപ്പിക്കേണ്ട ടീമാണ് ഡോക്ടർ കലാഷാഹി. അപ്പോൾ ആ കൂടെ തലയൊക്കെ നരസാണെങ്കിലും ഞാനും ഒരു പുതുമുഖമാണ്, എനിക്കും കൂടി ഒരു വോട്ട് തന്ന് വിജയിപ്പിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് 2 വരി കവിത ശ്രീ ONV കുറുപ്പിൻ്റെ ഒരു കവിതയിൽ നിന്നുള്ള കുറച്ച് 2 ലൈൻ. പാടിയതിൽ പൊരുളുകൾ പാഴായി പാടണമെന്നോ വീണ്ടും, പാടിയതിൽ പൊരുളുകൾ പാഴായി പാടണമെന്നോ വീണ്ടും. റജി വർഗീസ്, ന്യൂയോർക്ക് മെട്രോ റീജിയൻ്റെ ലെഗസി ടീമിൽ RVP ആയിട്ട് മത്സരിക്കുന്നു. അദ്ദേഹത്തെ 2 വാക്ക് പറയാൻ വേണ്ടി ക്ഷണിക്കുന്നു. എൻ്റെ പേര് റജി വർഗീസ്. ഞാൻ മലയാളി അസോസിയേഷൻ ഓഫ് സ്റ്റാർ ടാലൻറ്റ് ന്യൂയോർക്കിനെ റെപ്രസെൻ്റ് ചെയ്ത് വരുന്നു.
ഞാൻ മലയാളി അസോസിയേഷൻ മുൻകാല പ്രസിഡന്റ്, സെക്രട്ടറി, ട്രസ്റ്റി എന്ന് പറഞ്ഞ എല്ലാ പൊസിഷൻസും എടുത്തിട്ടുണ്ട്. ഈ ടീമിലുള്ള എല്ലാവർക്കും നിങ്ങളുടെ വോട്ട്, വിലയേറിയ വോട്ട് ഈ ടീമിലുള്ള എല്ലാവർക്കും കൊടുത്ത് വിജയിപ്പിക്കണം. എനിക്കിവിടെ തന്നാൽ ഉപകാരം, തന്നില്ലെങ്കിലും കുഴപ്പം. എന്നാൽ എനിക്ക് തന്നില്ലെങ്കിലും ഇവർക്ക് കൊടുത്ത് ഇവരെല്ലാം വിജയിപ്പിച്ച് നല്ലൊരു ടീമിനെ, ഫൊക്കാനയുടെ പേര് നിലനിർത്താൻ തക്കവണ്ണം നല്ലൊരു ടീമിനെ വിജയിപ്പിച്ചെടുക്കണമെന്ന് മാത്രം ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള ധാരാളം ഓർഗനൈസേഷൻ്റെ ലീഡേഴ്സുണ്ട്, മെമ്പേഴ്സുണ്ട്, ഫ്രണ്ട്സുണ്ട്. എല്ലാവർക്കും രണ്ട് വാക്ക് പറയാൻ അവസരം നമുക്ക് കൊടുക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഫൊക്കാനയുടെ മുൻ ജനറൽ സെക്രട്ടറിയായ വിനോദ് KRK രണ്ട് വാക്ക് സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കും. പല്ലുപോയ ഒരു സിംഹത്തിൻ്റെ ദീനരോധനമാണ് എന്ന് കരുതരുത്. 2014-16 കാലഘട്ടങ്ങളിൽ ഫൊക്കാനയുടെ ജനറൽ സെക്രട്ടറിയായിട്ട് പ്രവർത്തിക്കുവാനുള്ള സൗഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ടീം ലെഗസിയുടെ മാനിഫെസ്റ്റോ വളരെ വിശദമായിട്ട് അതിൻ്റെ പ്രസിഡന്റ് ഡോക്ടർ കലാഷ് ഷാഹി ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. ആദ്യമായിട്ട് ടീം ലെഗസിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും ചെയ്യുന്നു. കലാഷ് ഷാഹിയെ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം. ഫൊക്കാനയുടെ ഒരു നെടുന്തൂണായിരുന്നു ഡോക്ടർ കലാഷ് ഷാഹി എന്ന് പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നു. കലാഷ് ഷാഹിയുടെ കൈകളിൽ ഫൊക്കാന ഭദ്രമാണ്. നമ്മളോടൊപ്പം തോളോട് ചേർന്നിട്ടുള്ള നമ്മുടെ സഹോദരനെ സ്നേഹിക്കുന്ന മറ്റുള്ള ആളുകളാണ് ഷാജു സാബ് ഉൾപ്പെടെ ഇലക്ഷൻ നിൽക്കുന്നത്. നിങ്ങളെല്ലാം എല്ലാ ഡെലിഗേറ്റ്സും വാഷിംഗ്ടണിൽ പോയി അവർക്ക് വോട്ട് ചെയ്ത് ജയിപ്പിക്കണേ എന്ന് അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം I have a request to the candidates. You have to mobilize the vote. You have to take the delegates to the voting booth. അനുഭവം കൊണ്ട് പറയുകയാണ്, ഇവിടെ ഇരുന്നുകൊണ്ട് എല്ലാവരും പറയും ഞങ്ങൾ വരും വോട്ട് ചെയ്യാമെന്ന് പറയും. Most of them won't come. So you have to take the delegates whom you think you are going to vote. Take them to Washington and please make them that they will vote for you. So that is one of the primary importance. You have to give a primary importance to that. With that note, I would like to congratulate Team Legacy and wish you the very best. Thank you. മീഡിയയും പത്രപ്രവർത്തന രംഗത്ത് വളരെ കാര്യമായി പ്രവർത്തിക്കുന്ന പലരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഞാൻ ബഹുമാനപ്പെട്ട ജോർജ് ജോസഫ് ഈ മലയാളിയെ രണ്ട് വാക്ക് സംസാരിക്കുന്ന വേണ്ടി. അടുത്ത മാസം ഈ തീയതി ആകുമ്പോഴത്തേക്ക് പുതിയൊരു പ്രസിഡന്റ് ഫൊക്കാനായി ഉണ്ടായിരിക്കും. അപ്പോൾ അത് കലാഷ് ഷാഹി ആകട്ടെ എന്ന് ആശംസിക്കുന്നു. കലാഷ് ഷാഹിയെ വളരെ വർഷങ്ങളായിട്ട് അറിയാം. കാരണം ഈ കലാപരമായിട്ടുള്ള കാര്യങ്ങൾ ഫൊക്കാനായിൽ അന്ന് ഞങ്ങൾ മലയാള പത്രത്തിൽ പിന്നെ ഇവരെ പറ്റി എഴുതുകയും ധാരാളം കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവര് കലാഷ് ഷാഹി ഇത്ര പ്രഗത്ഭയാണെന്ന് വാസ്തവം പറഞ്ഞാൽ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്തത് പിന്നെ വെറുതെ ഒരു ഭംഗിയൊക്കെ പറയുന്നതല്ല. എനിക്ക് വളരെ വ്യക്തമായിട്ട് വളരെ ഇത്രയധികം ജനങ്ങളെ മൊബിലൈസ് ചെയ്യാനും ഇത്രയധികം കാൻഡിഡേറ്റ്സിനെ രംഗത്ത് കൊണ്ടുവരാനും ഈ രീതിയിലേക്ക് പ്രവർത്തിക്കാനും ഒക്കെ കഴിയാന്ന് പറയുന്നത് തീർച്ചയായിട്ടും വലിയൊരു കാര്യം തന്നെ. പ്രഗത്ഭയായ ഒരു വ്യക്തിയാണ്. അവർക്ക് എല്ലാവിധ മംഗളങ്ങളും ആശംസിക്കുന്നു. അപ്പോൾ അടുത്ത മാസം ഈ സമയത്ത് നമുക്ക് വീണ്ടും കാണാം. എൻ്റെ പേര് മാത്തക്കുട്ടി ഈശ. ഞാനൊരു എളിയ മാധ്യമപ്രവർത്തകനും കൂടിയാണ്. രണ്ട് ചോദ്യങ്ങളാണ് ചോദിക്കാനുള്ളത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന കലാഷ് ഷാഹി ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറിയാണ്. ഈ വർഷം നിങ്ങൾ ചെന്നൈയിലും ഡൽഹിയിലും അവിടെയൊക്കെ പോയി ഓരോ യൂണിറ്റുകൾ ഉണ്ടാക്കി എന്നുള്ളത് കേട്ടു. ഈ ഫൊക്കാന അമേരിക്കയിലുള്ള ഓർഗനൈസേഷൻ്റെ ഒരു സംഘടനയാണ്. ഇത് ആഗോളവൽക്കരിക്കാനുള്ള ഒരു സാധ്യതയാണോ, ചാൻസാണോ, അതിനുള്ള ഏതെങ്കിലും ഒരു അജണ്ട നിങ്ങളുടെ മാനിഫെസ്റ്റോയിലുണ്ടോ? അതൊരു ചോദ്യം. രണ്ടാമത്തെ ഒരു ചോദ്യം, ഇത് അമേരിക്കയിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഘടനയാണ്. നമ്മളിവിടെ പ്രവാസികളാണ്. നമ്മൾ പ്രവാസികളല്ല, നമ്മൾ കുടിയേറ്റക്കാരാണ്. നമ്മുടെ ഇവിടെയുള്ള ആളുകൾക്ക് പലർക്കും പല നാട്ടിലെ പല പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ട്. നമ്മുടെ വസ്തുസംബന്ധമായുണ്ട്, പല മാതാപിതാക്കളുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാകും.
അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആ ഒരു അവസരങ്ങൾ നമുക്ക് ഇവിടെയുള്ളവരെ സഹായിക്കാനായിട്ട് ആഗോളവൽക്കരിച്ച് പോകുന്നതിന് പകരം അമേരിക്കയിൽ തന്നെയുള്ള ഒത്തിരി പേർക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയുള്ളവരെ സഹായിക്കാനായിട്ട് എന്തൊക്കെയാണ് പ്രോജക്റ്റുകൾ? Thank you. That was a nice question. First, Focana International. അത് ഞങ്ങൾ ചെന്നൈ, ബാംഗ്ലൂർ, ന്യൂഡൽഹി, അബുദാബി തുടങ്ങിയ സ്ഥലങ്ങളിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ഉദ്ദേശം പ്രധാനമായിട്ടും നമ്മുടെ പ്രവർത്തനങ്ങളെ ആഗോളവൽക്കരിക്കുക എന്നുള്ളതാണ്. അതായത് അവരുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കുക, നെറ്റ്വർക്കിംഗ് സംവിധാനം. ഫോർ എക്സാമ്പിൾ, കഴിഞ്ഞ വർഷം ഒരു കുട്ടി ഇന്ത്യയിൽ നിന്ന്, ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ എത്തുകയുണ്ടായി. ആ കുട്ടിക്ക് ചെറിയ പ്രശ്നങ്ങൾ ഇമിഗ്രേഷൻ തലത്തിൽ സംഭവിക്കുകയുണ്ടായി. അത് നമ്മൾ ഫൊക്കാന ഇടപെട്ട് അവർ ഞങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ഫൊക്കാന ഇടപെട്ട് അത് റിസോൾവ് ചെയ്യുകയും ചെയ്തു. അതുപോലെ തന്നെ അമേരിക്കയിൽ നിന്ന് മറ്റ് സ്ഥലങ്ങളിൽ പോകുന്നവർക്കും എന്തെല്ലാം സഹായ സഹകരണങ്ങൾ വേണം എന്നുള്ളത് ഞങ്ങൾ നോക്കുന്നുണ്ട്. ഇപ്പോൾ പ്രധാനമായിട്ടും ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ കെയർ ആൻഡ് കണക്ട് എന്നുള്ളതാണ്. ഒരു നെറ്റ്വർക്കിംഗ് സംവിധാനമാണ്. എന്ന് വെച്ചാൽ അവർ നമ്മുടെ സംഘടനയിൽ ചേർന്നു എന്ന് വെച്ച് അവർക്ക് വോട്ടിംഗ് പ്രിവിലേജസോ ഔദ്യോഗിക പദവികൾ എടുക്കുവാനോ സാധിക്കുകയില്ല. ബാക്കി ഫൊക്കാന ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും അവർക്കും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാനുള്ള ഇതൊരു എക്സ്റ്റൻഷനാണ് ഫൊക്കാനയുടെ. അമേരിക്കൻ മലയാളികൾക്ക് വേണ്ടി മാത്രമാണ് എങ്കിലും നമ്മൾ ആഗോളതലത്തിലുള്ള മലയാളികളുമായിട്ട് നമുക്ക് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, അവരുമായിട്ട് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. കാരണം മലയാളികൾ ഇവിടെ മാത്രമായിട്ട് ഒതുങ്ങി പോകരുത്. അപ്പോൾ അതാണ് ഞങ്ങളുടെ പ്രധാന ഉദ്ദേശം ഫൊക്കാന ഇന്റർനാഷണൽ. അടുത്തത് അമേരിക്കയിലുള്ള സീനിയേഴ്സിന് ഞങ്ങളുടെ ഫൊക്കാന ഹെൽപ്പ് ലൈൻ എന്നുള്ള ആ ഒരു പ്രോജക്റ്റിൽ കെയർ ആൻഡ് കണക്ട് എന്നുള്ളതാണ്. എനിക്ക് സമയമില്ലാത്തത് കൊണ്ടാണ് ഞാനത് വിശദീകരിക്കാതിരുന്നത്. അതിലൊരു പ്രധാന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ സീനിയർ കെയർ എന്നുള്ളത് തന്നെയാണ്. അതായത് ഇവിടെ ഇപ്പോൾ നമ്മളെല്ലാം അടുത്ത ലെവലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയുള്ള സീനിയേഴ്സിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളൊരു ഒരു പ്രോജക്റ്റ് ഞങ്ങൾ അതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ, റിസോഴ്സസ്, മെഡിക്കൽ കെയർ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഫൊക്കാനയ്ക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു പോയിന്റ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും സീനിയർ കെയർ ഞങ്ങളുടെ പദ്ധതികൾ ഒന്നാണ്. കഴിഞ്ഞ കൊല്ലം ഇതുപോലെ ഒരു ആസ്ഥാനം ഉണ്ടാക്കണമെന്നുള്ളൊരു പ്രോജക്റ്റുകളൊക്കെ നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിന് മുൻപോട്ട് കൊണ്ടുപോകാനായിട്ടുള്ളൊരു പദ്ധതി ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ആസ്ഥാനത്തിന് വേണ്ടി ഞങ്ങൾ വളരെയധികം പ്രോപ്പർട്ടീസ് എല്ലാം പോയി നോക്കുകയുണ്ടായി. അപ്പോൾ സോണിങ്ങിൻ്റെയും പിന്നെ അങ്ങനെ പ്രൈസിൻ്റെയും ആസ്ഥാനം ഉണ്ടാക്കുക എന്ന് വെച്ചാൽ ഒരു 250,000 ബഡ്ജറ്റ് അല്ല. അതൊരു കുറച്ച് പണം ആവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പം അതിനുവേണ്ടി അത് ഞങ്ങൾ തീർച്ചയായിട്ടും കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കും. അതിനുവേണ്ടി പ്രധാനമായിട്ടും വേണ്ടത് ഫണ്ട് റേസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതും ഞങ്ങളുടെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നതാണ്. വന്ന എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു.